ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ സ്റ്റോറിയാണ്. തുടങ്ങാം. ഇനിയും മകൻ്റെ മുറിയിലേക്ക് ചെല്ലാൻ ഉഷയ്ക്ക് മടി തോന്നി. അകത്ത് കിടക്കുന്ന തൻ്റെ മകനും അതേ മടിയുണ്ടാവുമെന്ന് ഉഷയ്ക്കറിയാം. എന്തു ചെയ്യാം, ചെല്ലാതിരിക്കാനാവില്ല. ഒരു കൈയിലും ഒരു കാലിലും പ്ലാസ്റ്റർ ഇട്ട് കിടക്കുകയാണവൻ. അവനെ പരിചരിക്കേണ്ടത് അവൻ്റെ അമ്മയായ താനല്ലാതെ മറ്റാരാണ്? വേറൊന്നും ഓർക്കണ്ട, മടിക്കേണ്ട കാര്യവുമില്ല. ഇതെല്ലാം സർവ്വസാധാരണമാണ്. മറ്റൊരർത്ഥം അതിന് കണ്ടത് താനാണ്. 26 തൻ്റെ മകൻ്റെ പ്രായം. ഈ പ്രായത്തിലല്ലെങ്കിൽ പിന്നവൻ എന്താണ്? സാരമില്ല, അവൻ തൻ്റെ മോനാണ്, തൻ്റെ പൊന്നുമോൻ. താൻ അവൻ്റെ അമ്മയും. 2 പേർക്കും അത് തിരിച്ചറിയാം. പിന്നെ എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഇല്ലേ, ഒരു പ്രശ്നവുമില്ലേ? ഉഷ അവളോട് തന്നെ ചോദിച്ചു. അതിനുത്തരം പറയാൻ തനിക്കാവുന്നില്ല എന്ന് നടുക്കത്തോടെ ഉഷ ചിന്തിച്ചു. കറിക്കരിയുന്നത് നിർത്തി അവൾ സ്ലാബിലേക്ക് 2 കൈയും കുത്തി നിന്ന് കിതച്ചു. വേണ്ടെന്ന് വെച്ചിട്ടും അവളുടെ ശരീരം കോരിത്തരിക്കുന്നുണ്ടായിരുന്നു. ഉഷയ്ക്ക് 46 പ്രായം. അവളുടെ മൂത്ത മകനാണ് 26 വയസ്സുള്ള ബിനുകുമാർ. ബിനുവിന് താഴെ 23 വയസ്സുള്ള ഒരു സഹോദരിയുണ്ട്, വിന്ദുജ. 2 മാസം മുമ്പായിരുന്നു അവളുടെ വിവാഹം. ഉഷയുടെ ഭർത്താവ് രതീഷ് കുമാർ ഗൾഫിലാണ്. അവിടെ തരക്കേടില്ലാത്ത ബിസിനസ്സാണ്. മകളുടെ കല്യാണത്തിന് 1 മാസം മുമ്പ് നാട്ടിൽ വന്ന രതീഷ് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയായപ്പോൾ തിരിച്ചുപോയി. വിന്ദുജയെ ഗൾഫിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരന് കെട്ടിച്ചു കൊടുക്കണം എന്ന് രതീഷ് തീരുമാനിച്ചിരുന്നെങ്കിലും ഉഷ അതിന് സമ്മതിച്ചില്ല. ഒരു ഗൾഫുകാരൻ്റെ ഭാര്യയായിരിക്കുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള സംഗതിയാണെന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ഉഷ നാട്ടിലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് മകളെ വിവാഹം ചെയ്തു കൊടുത്തത്. ബിനുവിനെ ഗൾഫിലേക്ക് കൊണ്ടുപോകുവാൻ രതീഷ് ശ്രമിച്ചപ്പോഴും ഉഷ എതിർത്തു. ഇനി തൻ്റെ കുടുംബത്തിൽ ഒരു പ്രവാസി വേണ്ട എന്നവൾ തീരുമാനിച്ചു. ബിനു നാട്ടിൽ ഒരു മെഡിക്കൽ സ്റ്റോർ നടത്തുകയാണ്. തരക്കേടില്ലാത്ത ബിസിനസ് നടക്കുന്നുണ്ട്. 2-3 ജോലിക്കാരുമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഷോപ്പടച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ബിനുവിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ബൈക്കിന് പിന്നിൽ ഒരു കാറ് വന്നിടിച്ച് ബൈക്കും ബിനുവും വലിയൊരു താഴ്ചയിലേക്ക് മറിഞ്ഞു. വലത്തെ കൈയും ഇടത്തെ കാലും ഒടിഞ്ഞു. 3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ഇപ്പോൾ കൈയിലും കാലിലും പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ കിടക്കുകയാണ്. സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും ബിനുവിന് പറ്റില്ല. ഒരാളുടെ സഹായമില്ലാതെ എണീക്കാൻ പോലും ആവില്ല. ബിന്ദുജയും അവളുടെ ഭർത്താവ് സുഭാഷും ഹോസ്പിറ്റലിൽ സഹായത്തിനുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ കുറേ ഫ്രണ്ട്സും. മിനിഞ്ഞാന്നാണ് ബിനുവിനെ വീട്ടിലേക്ക് മാറ്റിയത്. ചുരുങ്ങിയത് 1 മാസമെങ്കിലും ഈ കിടപ്പ് കിടക്കണം. ഷോപ്പിലെ കാര്യം ഓർത്ത് ടെൻഷൻ ആവേണ്ടതില്ല. മിടുക്കനായ ഒരു ജോലിക്കാരനുണ്ടവിടെ. അവൻ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യും. അവനെ കൂടാതെ ഒരു പെൺകുട്ടിയും മറ്റൊരാളുമുണ്ട്. ബിനു മൊബൈൽ നോക്കി സമയം കളയുകയാണ്. വേറെന്ത് ചെയ്യാൻ? ഈ മുറിയിൽ നിന്ന് തനിച്ച് പുറത്തിറങ്ങാൻ പോലും ആവില്ല. ബിനുവിൻ്റെ മുറി മുകളിലാണ്. ഇപ്പോൾ അവൻ്റെ കിടത്തം താഴെ അമ്മയുടെ മുറിയിലാണ്. അമ്മ താഴെ തന്നെ വേറൊരു മുറിയിലും. 2 നേരം ബിനുവിനെ നനച്ചു തുടയ്ക്കണം. ബാത്റൂമിൽ കൊണ്ടുപോകണം. ഹോസ്പിറ്റലിൽ ഇതെല്ലാം നേഴ്സുമാർ ചെയ്തിരുന്നു. ഇപ്പോൾ എല്ലാം ചെയ്യുന്നത് ഉഷ തന്നെയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയ അന്ന് രാത്രി ഉഷ ബിനുവിനെ നനച്ചു തുടച്ചു. കമിഴ്ത്തി കിടത്തി പുറവും കൈകാലുകളും ദേഹമാകെയും അവൾ ചെറിയ ചൂടുവെള്ളത്തിൽ തുടച്ചു കൊടുത്തു. പിറ്റേന്ന് രാവിലെയും അവൾ തുടയ്ക്കാൻ വന്നു. അപ്പോഴാണ് അവൾ ഓർത്തത്, ബിനു മിനിഞ്ഞാന്നിട്ട ഇന്നറാണ്. ഇന്നലെ അത് മാറ്റിയിട്ടില്ല. ഇന്നലെ അത് ഓർത്തില്ല. അവിടെയൊന്നും തുടച്ചിട്ടുമില്ല. ബിനു മൊബൈലും നോക്കി കിടക്കുകയാണ്. അമ്മ വരുന്നത് കണ്ട് അവൻ മൊബൈൽ എടുത്തു വെച്ചു. നിനക്കിപ്പോൾ ബാത്റൂമിൽ പോകണോടാ
ഇളം ചൂടുവെള്ളം മേശപ്പുറത്ത് വെച്ച് ഉഷ ചോദിച്ചു. വേണ്ടമ്മേ, ഇപ്പോൾ പോണ്ട. ഉഷ ബിനുവിൻ്റെ ദേഹത്ത് നിന്ന് പുതപ്പെടുത്ത് മാറ്റി. ഒരു ലുങ്കി മാത്രമാണ് അവൻ ഉടുത്തിട്ടുള്ളൂ. ഉഷ ആ ലുങ്കിയും അഴിച്ചു മാറ്റാൻ ഒരുങ്ങി. അവൻ ഉഷയുടെ മുഖത്തേക്കൊന്ന് നോക്കി, പിന്നെ കണ്ണടച്ചു. ഇത് ചെയ്യാതെ നിവൃത്തിയില്ലെന്ന് അവനും അറിയാം. ചൂടുവെള്ളത്തിൽ തുണി മുക്കിപ്പിഴിഞ്ഞ് ആദ്യം തന്നെ ഉഷ അവൻ്റെ മേലാകെയും നന്നായി തുടച്ചു. നിസ്സഹായനായാണ് താൻ അമ്മയുടെ മുന്നിൽ കിടക്കുന്നതെന്ന ചിന്തയിൽ ബിനു കണ്ണു തുറന്നില്ല. നനഞ്ഞ തുണി കൊണ്ട് അവളെല്ലാം വൃത്തിയായി തുടച്ചു. പിന്നെ ദേഹം മൊത്തം നനച്ചു തുടച്ചു. അലമാര തുറന്ന് അവൻ്റെ ഒരു ഇന്നർ എടുത്ത് പിന്നെ അത് അവിടെ തന്നെ വെച്ച് ഒരു ബെർമൂഡ എടുത്ത് അവനെ ഇടിയിച്ചു. പ്ലാസ്റ്റർ ഇട്ട കാലിലൂടെ സൂക്ഷിച്ചാണ് അവൾ ഇട്ടുകൊടുത്തത്. പ്ലാസ്റ്റർ ഇട്ട കാലിലൂടെ വളരെ സൂക്ഷിച്ച് മുകളിലേക്ക് കയറ്റി കൊടുക്കുമ്പോൾ ഉഷ ചെറുതായി ഒന്ന് പരിങ്ങി. അവൾ മകൻ്റെ മുഖത്തേക്കൊന്ന് പാളി നോക്കി. അവൻ കണ്ണടച്ച് തന്നെ കിടക്കുകയാണ്. വേറെ മാർഗമില്ലെന്ന് ഉഷയ്ക്കറിയാം. എങ്കിലും അവളുടെ കൈയൊന്ന് വിറച്ചു. ആ വിറയ്ക്കുന്ന കൈകൊണ്ട് കഷ്ടപ്പെട്ട് അതവൾ കയറ്റിയിട്ടു. പിന്നെ ബിനുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ കണ്ണടച്ച് തന്നെ കിടക്കുകയാണ്. പാവം, അവനും മടിയുണ്ടാവും. ചായ വേണോടാ കുട്ടാ? ചെറിയൊരു ചമ്മലുള്ളത് മറയ്ക്കാൻ വേണ്ടി ഉഷ ചോദിച്ചു. ഇപ്പോൾ വേണ്ടമ്മേ, കണ്ണ് തുറക്കാതെ ബിനു പറഞ്ഞു. എന്നാ കിടന്നോ, മൊബൈലിലധികം കളിക്കണ്ടാട്ടോ. പുതപ്പെടുത്ത് അവനെ പുതപ്പിച്ച് ഉഷ പുറത്തിറങ്ങി. അന്ന് വൈകിട്ട് തുടച്ചപ്പോഴും ഉഷ അവൻ്റെ ബെർമൂഡ മാറ്റി വേറൊന്നിടിയിച്ചു. അവനെ നനച്ച് തുടയ്ക്കുമ്പോഴും ബെർമൂഡ മാറ്റിയിടുമ്പോഴും ഉഷയ്ക്ക് അവനോട് സഹതാപമാണ് തോന്നിയത്. പാവം, 3-4 ദിവസമായി കാണും അവൻ എന്തെങ്കിലുമൊക്കെ ആസ്വദിച്ചിട്ട്. വല്ലാത്തൊരു പ്രായമാണ് അവൻ്റേത്. മോളെ കല്യാണത്തിനൊപ്പം ഇവൻ്റേത് കൂടെ നടത്താൻ ഒരുപാട് പറഞ്ഞതാണ്. ഇവനൊന്നും സമ്മതിക്കണ്ടേ? 30 വയസ്സായിട്ട് മതി കല്യാണം എന്ന വാശിയിലാണ്. ഇനി ബെർമൂഡ മാറ്റിയിട്ടാൽ ശരിയാവില്ലെന്ന് തോന്നിയ ഉഷ അവനെ ഒരു ലുങ്കി ഉടുപ്പിച്ചു. രാവിലെ കറിക്കരിയുമ്പോൾ ഉഷ എന്തെന്നറിയാത്തൊരു അങ്കലാപ്പിലായിരുന്നു. 2 വട്ടം അവളുടെ വിരലിൽ ചെറുതായി കത്തിക്കൊണ്ടു. മനസ്സ് പിടിച്ചെടുത്ത് നിൽക്കുന്നില്ലെന്ന് അവൾക്ക് തോന്നി. അതിൻ്റെ കാരണവും അവൾക്കറിയാം. സ്വന്തം മോൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് തൻ്റെ മനസ്സ് പിടയ്ക്കുന്നതെന്ന് പേടിയോടെ ഉഷ മനസ്സിലാക്കി. ഇന്ന് നനച്ചു തുടയ്ക്കാൻ നേരമായി. അവൻ്റെ മുറിയിലേക്ക് പോകാൻ തന്നെ ഉഷയ്ക്ക് തോന്നിയില്ല. ഒത്തൊരു ചെറുപ്പക്കാരനാണ് തൻ്റെ മോൻ. നല്ല സുമുഖനും ആരോഗ്യവാനും. ഇതിപ്പോൾ 4-5 ദിവസമായില്ലേ. അവൻ്റെ വലത് കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അവന് സ്വയം സന്തോഷിപ്പിക്കാൻ വേണ്ട പ്രവൃത്തികളൊന്നും അവന് ചെയ്യാൻ കഴിയില്ല. ഇതിലിപ്പോൾ തനിക്കെന്ത് ചെയ്യാനാവും? അവനോട് അന്നേ പറഞ്ഞതാ ഒരു കല്യാണം കഴിക്കാൻ. അന്നത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് കൂട്ടിനാള് കണ്ടേനെ. അവന് വേണ്ടതൊക്കെ അവൾ ചെയ്തു കൊടുത്തേനെ. ഭാഗ്യവതി ആയിരിക്കും തൻ്റെ മരുമോളായി വരുന്നവൾ. അവൾക്ക് വേണ്ടതെല്ലാം തൻ്റെ മോൻ്റെ അടുത്തുണ്ട്. തനിക്ക് കിട്ടാതെ പോയ ഭാഗ്യം എന്തായാലും അവൾക്ക് കിട്ടും. അവനെ കിട്ടുന്ന പെണ്ണ് ഭാഗ്യവതിയല്ലാതെ പിന്നെന്ത്? ആർഭാടവും ആഡംബരവുമല്ല ഒരു പെണ്ണിനെ ഭാഗ്യവതിയും സന്തുഷ്ടയുമാക്കുന്നതെന്ന് അനുഭവിച്ചറിഞ്ഞവളാണ് താൻ. തനിക്കിന്ന് എല്ലാ സുഖസൗകര്യങ്ങളുമുണ്ട്. സന്തോഷത്തോടെ ജീവിക്കാനുള്ളതെല്ലാം. ആർഭാടത്തോടെ തന്നെയാണ് ജീവിതം. ഒരു മോനും മോളും. മോൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭർത്താവിനെ തന്നെ തിരഞ്ഞെടുത്ത് കൊടുത്തിട്ടുണ്ട്. മോന് അവനുള്ള ജീവിതമാർഗം അവൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അവൻ സമ്മതം പറയുന്ന നിമിഷം അവന് ചേരുന്നൊരു പെൺകുട്ടിയെ കണ്ടെത്തി കൊടുത്തിരിക്കും.
കാണാൻ തരക്കേടില്ലാത്ത ഭർത്താവ് തനിക്കുമുണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായി വിദേശത്ത് നല്ലൊരു ബിസിനസ്സുമുണ്ട്. എല്ലാം കൊണ്ടും സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം. പക്ഷേ താൻ സന്തുഷ്ടയാണോ? അല്ല, ഒരിക്കലുമല്ല. സംതൃപ്തി എന്തെന്ന് അറിഞ്ഞിട്ടേയില്ല. ഇനി മരണം വരെ താൻ ഇങ്ങനെ പൂത്തലിച്ച് ജീവിക്കും. തഴച്ച് വളരാൻ കൊതിക്കുന്ന ഒരു ചെറു തൈ തൻ്റെ ഉള്ളിലുമുണ്ട്. പക്ഷേ അതിന് വെള്ളവും വളവും ചെയ്യാൻ ആളില്ല. നേരത്തിനൊന്ന് നനച്ചു കൊടുത്തെങ്കിലും ചെയ്താൽ അത് വാടിക്കരിയില്ല. അരുമയോടെ പരിചരിച്ചാൽ പുഷ്പങ്ങൾ അതിൽ പൂത്തു നിൽക്കും. ഫലഭൂയിഷ്ഠമായ നിലം ഉഴുതു മറിച്ചാൽ കായ്ക്കനികൾ തൊടുത്തു നിൽക്കും. പക്ഷേ തനിക്കതിന് ഭാഗ്യമില്ലാതായിപ്പോയി. ധാരാളം ധാതുലവണങ്ങളും സദാ ഒഴുകുന്ന അരുവികളും ഉള്ളിലുണ്ടെങ്കിലും പുറമേക്ക് വരണ്ടുണങ്ങിയ മരുഭൂമിയാണ് താൻ. പക്ഷേ പരിപാലിക്കാൻ ആരുമില്ലാതെ വരണ്ടുണങ്ങിയ ഒരു പാഴ് മരുഭൂമിയാണിപ്പോൾ. പറ്റിയ ഒരു കർഷകനും ആയുധവും തനിക്കില്ലാതെ പോയി. കരുത്തനായൊരു തോട്ടക്കാരനും തനിക്കില്ലാതെ പോയി. വെള്ളമില്ലാതെ, വളം ചെയ്യാതെ, പരിചരിക്കാൻ ആളില്ലാതെ എക്കലടിഞ്ഞ് ഫലഭൂയിഷ്ഠമായ മണ്ണിൽ മുള പൊട്ടിയ ചെടി വാടിക്കരിഞ്ഞു പോകുന്നത് നെടുവീർപ്പോടെ കണ്ടു നിൽക്കാനേ തനിക്കാവൂ. ഈ നിരാശയും അസംതൃപ്തിയും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 17ാമത്തെ വയസ്സിൽ ഏട്ടൻ്റെ ഭാര്യയായി വന്ന അന്ന് തുടങ്ങിയ നിരാശയാണ്. പക്ഷേ ഏട്ടൻ സ്നേഹനിധിയായ ഭർത്താവാണ്. തന്നെ ജീവനാണ്. തൻ്റെ ഏതാഗ്രഹവും സാധിച്ചു തരും. താനൊന്ന് വിളിച്ചാൽ ഏത് തിരക്കുണ്ടെങ്കിലും ഏട്ടൻ പറന്നു വരും. പലപ്പോഴും താൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. താൻ വിളിച്ചാൽ എത്ര പൈസ ചിലവാക്കിയും ഏട്ടൻ വരും. പക്ഷേ വരുത്തിയ കാര്യം മാത്രം നടക്കാറില്ല. കാണാൻ കൊതിയായിട്ട് വിളിച്ചതാന്ന് പറഞ്ഞ് 3-ാം ദിവസം തന്നെ ഏട്ടനെ പറഞ്ഞയക്കും. തൊട്ടടുത്ത് ഏട്ടൻ കിടന്ന തനിക്കുള്ള സംതൃപ്തിയും കൂടി ഇല്ലാതാവും. പാവമാണ് ഏട്ടൻ. പക്ഷെ ആ പാവത്തരമല്ല തനിക്ക് വേണ്ടത്. 2 മക്കളുണ്ടായി എന്നത് സത്യം. ശാരീരിക ബന്ധമെന്നത് ഏട്ടനെ സംബന്ധിച്ച് ഒരു ചടങ്ങ് മാത്രമാണ്. മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ടുന്ന വെറുമൊരു ചടങ്ങ്. തനിക്കാണെങ്കിൽ മറ്റൊരു കാര്യവും ചെയ്തിട്ടില്ലെങ്കിലും നിർബന്ധമുള്ള കാര്യമാണത്. തുടക്കത്തിൽ വലിയ കുഴപ്പമില്ലാതെ പോയിരുന്നു. പിന്നെ ലീവിന് വരുമ്പോഴും തനിക്ക് വേണ്ടതൊക്കെ തന്നിരുന്നു. മോളെ പ്രസവിച്ചതിന് ശേഷമാണ് ഏട്ടന് മാറ്റം തുടങ്ങിയത്. ലീവിന് വരാൻ വേണ്ടി കൊതിയോടെ കാത്തിരുന്ന തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ മാത്രമായിരുന്നു ഏട്ടനിഷ്ടം. താൻ മുൻകൈ എടുത്താൽ എന്തേലുമൊക്കെ വഴിപാട് പോലെ തരും. അപ്പോഴും ഏട്ടൻ്റെ സ്നേഹത്തിന് യാതൊരു കുറവും വന്നില്ല. എന്തു ചെയ്യാം? വേണ്ട രീതിയിലുള്ള പെരുമാറ്റം പോലും ഏട്ടൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. എന്നിട്ടും തൻ്റെ അസംതൃപ്തി ഏട്ടന് മനസ്സിലായേയില്ല എന്നതാണ് അത്ഭുതം. പിന്നെ പിന്നെ അതുമായി പൊരുത്തപ്പെട്ടു. ഇപ്പോൾ ഏട്ടനെ വിളിച്ചു വരുത്താറില്ല. വരുമ്പോൾ വരട്ടെ, തോന്നുമ്പോൾ പോട്ടെ. 50 കഴിഞ്ഞ ഏട്ടനോട് നിർത്തിപ്പോര് എന്ന് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏട്ടന് തന്നെ ജീവനാണെങ്കിലും തനിക്കിപ്പോൾ അത്ര ജീവനൊന്നുമല്ല. ഒരു പെണ്ണിന് വേണ്ടത് കുറേ പൈസയാണെന്ന് മാത്രമേ അയാൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. അവളുടെ വയറിൻ്റെ വിശപ്പ് മാത്രമേ അയാൾക്കറിയൂ. സ്നേഹം കൊണ്ട് മൂടുമ്പോഴും അവളുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ അറിയാൻ ഏട്ടൻ ശ്രമിച്ചിട്ടില്ല. വരണ്ടുടങ്ങാൻ തുടങ്ങുന്ന ചെടിയെ ഇറ്റ് വെള്ളമൊഴിച്ച് തളിർപ്പിക്കാൻ നോക്കിയിട്ടില്ല. ചുട്ടുപഴുക്കുന്ന ഭൂമിയെ കുളിർ മഞ്ഞിനാൽ തണുപ്പിക്കാനും ഏട്ടൻ അറിയില്ല. ഏട്ടന് സ്നേഹിക്കാൻ അറിയാം, പ്രണയിക്കാൻ അറിയാം, ചെറിയ ചെറിയ കുസൃതികൾ കാട്ടി രസിപ്പിക്കാൻ അറിയാം. നല്ലൊരു ഭർത്താവും മക്കൾക്ക് പ്രിയപ്പെട്ട അച്ഛനുമാണ്.
പുറത്തുനിന്ന് നോക്കുന്ന ആർക്കും തൻ്റെ ജീവിതം സ്വർഗതുല്യമാണ്. ശരിയാണ്, അത് മുഴുവൻ ശരിയാണ്. ഏട്ടൻ നല്ലവനാണ്. പക്ഷേ ഇതിനെല്ലാം പുറമെ വേറെ ചിലതില്ലേ? വയറിൻ്റെ വിശപ്പും ദാഹവും മാത്രം മാറിയാൽ ഒരു പെണ്ണിന് സംതൃപ്തിയോടെ ജീവിക്കാനാവുമോ? ആവുമായിരിക്കും. ചില പെണ്ണുങ്ങൾക്ക് അത് പറ്റുമായിരിക്കും. പക്ഷേ തനിക്കത് പോരാ. എന്നിട്ടും ഇത്രയും വർഷങ്ങൾ താൻ ഒരു പരാതിയുമില്ലാതെ ജീവിച്ചു. ഉള്ളിൽ കത്തുന്ന ധാരാളം ആഗ്രഹങ്ങളും എരിയുന്ന പകയുമുണ്ടെങ്കിലും അതാരെയും അറിയിക്കാതെ സംതൃപ്തി അഭിനയിച്ച് ജീവിച്ചു. ഇനി അത് കഴിയില്ലേ എന്നൊരു പേടി. ആ പേടി തുടങ്ങിയിട്ട് കാലം കുറച്ചായെങ്കിലും പിടിച്ചു നിന്നു. ഇനി അത് പറ്റില്ലെന്ന് ശരീരവും മനസ്സും ഒരുപോലെ പറയുകയാണ്. താൻ പരിചരണമില്ലാതെ വാടിക്കരിഞ്ഞു പോകേണ്ടവളല്ല. എന്തിൻ്റെ കുറവാണ് തനിക്ക്? സൗന്ദര്യമില്ലേ? ആരോഗ്യമില്ലേ? ആര് കണ്ടാലും കൊതിക്കുന്നൊരു ശരീരം തനിക്കില്ലേ? വേണ്ടുന്നതെല്ലാം കൃത്യമായ അളവിലുള്ള ആ ശരീരത്തിൽ അടക്കാനാവാത്ത ഭംഗിയില്ലേ? പിന്നെ എന്തിനാണ് താൻ പൂത്തു തളിർക്കാതെ മുരടിച്ചു പോകുന്നത്? വയ്യ, ഇനി ഈ ശരീരം വെറുതെ കളയാൻ വയ്യ. ഇതിനൊരു പരിഹാരം വേണം. ആരുമറിയാതെ ശരീരത്തിൻ്റെ ദാഹം തീർക്കാൻ അറിയാഞ്ഞിട്ടല്ല, അത് വേണ്ടെന്ന് വെച്ചതാണ്. ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. വയസ്സ് 46ആയി. ഇപ്പോഴല്ലെങ്കിൽ പിന്നെന്ന്? ശരീരം നിരന്തരം ആവശ്യപ്പെടുകയാണ്. ഇതിനൊരവസാനമുണ്ടായേ പറ്റൂ. പെയ്തൊഴിഞ്ഞ ആഗ്രഹങ്ങളുമായി കരുത്തനായ ഒരു പുരുഷൻ്റെ മാറിൽ ചേർന്ന് തളർന്നു കിടക്കാൻ തനിക്കുമുണ്ട് കൊതി. പൊടുന്നനെ ഉഷയൊന്ന് വിറച്ചു. എന്തൊക്കെയോ ചിന്തിച്ച് തനിക്ക് എന്തോ സംഭവിച്ചതായി ലജ്ജയോടെ ഉഷ മനസ്സിലാക്കി. പല പല ചിന്തകൾ ഉണ്ടായിരുന്നെങ്കിലും ഇത്ര ശക്തമായി ഇതാദ്യമാണ്. അതിന് കാരണവും അവൾക്ക് മനസ്സിലായി. ഒരു കയ്യിലും കാലിലും പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്ന തൻ്റെ മോൻ ബിനു. ചിലതൊക്കെ കണ്ടതാണ് തൻ്റെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. പാടില്ല എന്നറിഞ്ഞിട്ടും അതൊന്നും മനസ്സിൽ നിന്ന് മായുന്നില്ല. പക്ഷെ അവൻ തൻ്റെ പൊന്നു മോനാണ്. മനസ്സിൽ പോലും വേണ്ടാത്ത ചിന്തകൾ പാടില്ല. അവൾക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിൽ ഓരോ ചിന്തകൾ നിയന്ത്രിച്ച് നിർത്താൻ നോക്കി. ചൂടായ വെള്ളം ഇറക്കി വെച്ച് അതുമായി അവൾ ബിനുവിൻ്റെ മുറിയിലേക്ക് നടന്നു. ഒരു ലുങ്കി എടുത്ത് മൊബൈലിൽ തോണ്ടി കിടക്കുകയാണ് ബിനു. ഉഷയുടെ കാലുകൾ അകത്തേക്ക് ചലിച്ചു. അമ്മ വരുന്നത് കണ്ട് ബിനു കണ്ടുകൊണ്ടിരുന്ന മൊബൈൽ മാറ്റിവെച്ചു. ഇന്നിനി വേണ്ടമ്മേ, രാവിലെ തുടച്ചതല്ലേ, ഇനി നാളെ പോരെ? അയ്യടാ, അത് വേണ്ട. നീ നടക്കാറാവുന്നത് വരെ ദിവസവും 2 നേരം ഞാൻ തുടച്ചു തരും. ആ നഴ്സുമാർ എന്നോട് പ്രത്യേകം പറഞ്ഞതാ. അവനും മടിയായിട്ടാണത് പറഞ്ഞതെന്ന് ഉഷയ്ക്കറിയാം. പക്ഷേ ഉഷയ്ക്കത് ചെയ്യാതിരിക്കാനാവില്ലായിരുന്നു. ഒറ്റയ്ക്ക് കിടന്ന് മൊബൈലിൽ ചില വീഡിയോ കണ്ട് മൂടായ ബിനുവിൻ്റെ മാനസികാവസ്ഥ മാറി. അമ്മ ഇപ്പോൾ തന്നെ പരിചരിച്ചാൽ ശരിയാവില്ല എന്നവനറിയാം. അവനാകെ വേവലാതിയായി. വേണ്ടമ്മേ, ഇവിടുന്ന് എണീക്കാത്ത എൻ്റെ ദേഹത്ത് അഴുക്കൊന്നും ഇല്ലമ്മേ. ഇന്ന് അമ്മ തന്നെ എന്നത്തെയും പോലെ പരിചരിക്കുന്നത് അവന് സങ്കല്പിക്കാൻ പോലുമായില്ല. വല്ലാതെ തളർന്നു പോയി കിടക്കുകയാണവൻ. തൻ്റെ ചെയ്തികൾ കണ്ടുപിടിച്ചാൽ പിന്നെ അതിൽ പരം നാണക്കേടില്ല. ഇത്ര നേരത്തെ അമ്മ തുടയ്ക്കാൻ വരുമെന്നറിഞ്ഞില്ല. അമ്മ എന്ത് കരുതും? അവൻ എന്ത് പറഞ്ഞാലും ഉഷ ഇന്ന് അവനെ തുടയ്ക്കാതെ പോവില്ല. അവനെ തുടച്ച് അവൻ്റെ ദേഹം വൃത്തിയാക്കുക എന്നത് ഇന്ന് ഉഷയുടെ കർത്തവ്യമാണ്. അഴുക്കില്ലെങ്കിലും തുടയ്ക്കണം ചെക്ക, അപ്പടി വിയർപ്പല്ലേ. ഉഷ ബിനുവിൻ്റെ മേല് നനച്ച് തുടയ്ക്കാൻ തുടങ്ങി. ബിനു തടയാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു കയ്യിലും കാലിലും പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്ന അവൻ്റെ എതിർപ്പുകൾ വകവയ്ക്കാതെ ഉഷ തൻ്റെ പരിപാലനം തുടർന്നു.
ഈ സ്റ്റോറിയുടെ ബാക്കി ഞാൻ നമ്മുടെ ഈ ഒരു പാർട്ടിന് നല്ല റീച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഹോട്ട് പോർഷൻ ഞാൻ ടെലഗ്രാമിൽ ഇടുള്ളൂ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി ഹോട്ട് പോർഷൻ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. അപ്പം നല്ല റീച്ച് ആവുകയാണെങ്കിൽ ഞാൻ ഈ ഞായറാഴ്ച ഇതിൻ്റെ ഹോട്ട് പോർഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാണാം. വിത്ത് ലവ്, അലീന.